ഇതിലിനി നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ വന്നിട്ടൊരു 4 മാസം ആയതുള്ളൂ. അപ്പോൾ നമ്മുടെ സാധനം ഇറങ്ങിയതിന് ശേഷം നമുക്ക് സീസൺ ഔട്ടായി. കാരണം സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സാധനം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ കയറ്റി വെച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പം പുതിയ പ്രോഗ്രാംസ് ഒക്കെ ഇനി വരുന്നതിനനുസരിച്ച് വേണം നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ആയ നിരക്കിൽ നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. കാരണം നമുക്ക് നല്ല കുറേ ടെക്നീഷ്യന്മാരുടെ സൗണ്ട് എഞ്ചിനീയർമാരുടെ ഒരു സപ്പോർട്ടുണ്ട്, അവരുടെ അഡ്വൈസ് ഉണ്ട്. അപ്പോൾ അവരുടെ അഡ്വൈസും അവരുടെ സപ്പോർട്ടും വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പ്ലസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്തുന്നത് ശ്രുതി ഓഡിയോസ് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. നമസ്തേ. നമ്മുടെ ഈ സിസ്റ്റം ഇപ്പോൾ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസം ആകുന്നതേ ഉള്ളൂ. 4 മാസം ആകുന്നതേ ഉള്ളൂ. ഇത് പ്രോപ്പർ സ്ഥലം ഇത് എവിടെയാണ് ശരിക്കും? പ്രോപ്പർ സ്ഥലം ഇത് മാന്നാറാണ്. മാന്നാറിൻ്റെ തെക്ക് ഭാഗത്തോട്ട് വരും. അതായത് വലിയകുളങ്ങര ജംഗ്ഷനാണിത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ എൻഡ് ഭാഗമാണ്. അത് കഴിഞ്ഞാൽ ചെന്നിത്തല പഞ്ചായത്താണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്? നമ്മൾ നിലവിൽ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയാണ്. ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കടന്നു ചെല്ലാൻ പറ്റുന്നൊരു മേഖലയാണ്. കാരണം നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കലാപരിപാടികൾ, അതായത് സ്റ്റേജ് പരിപാടികൾ, അമ്പലത്തിൻ്റെ ഉത്സവങ്ങൾ, പള്ളികളുടെ പെരുന്നാൾ തുടങ്ങി നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടികൾക്കും നമുക്ക് നമ്മുടെ എക്യുപ്മെൻറ്റ്സുകൾ കൊടുക്കാനായിട്ട് പറ്റും. സൗണ്ട് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ടുള്ള പുതിയ എക്യുപ്മെൻറ്റ്സുകളാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, അതായത് കൂടുതൽ നല്ല ടെക്നീഷ്യന്മാരുടെ ഒരു അഡ്വൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ പരിപാടികൾക്ക് നല്ല രീതിയിലുള്ള സൗണ്ടും ലൈറ്റും കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുന്നത്. ഇത് പുതിയ ഒരു മിക്സറാണ്. ഒരു 12 ചാനൽ മിക്സറാണ് ഇത്. നമ്മുടെ ചെറിയ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാം, പ്രൊഫഷണൽ പരിപാടികൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മിക്സറാണിത്. ഇതിപ്പോൾ നമുക്കൊരു ചെറിയ പരിപാടികൾ, ഒരു ചെറിയ ഭജനയോ അല്ലെങ്കിൽ അതുപോലെ ഒരു വായനയോ അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് വേണ്ടി നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. വലുതുണ്ട്. ഇത് നമ്മുടെ യമഹായുടെ MGP 24X എന്ന് പറയുന്ന ഒരു ഐറ്റമാണിത്. 24 ചാനൽ മിക്സറാണ്. വലിയ പരിപാടിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വലിയ പരിപാടിക്കൊക്കെ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. സാഹചര്യം നമുക്കുണ്ട്. നമുക്കതിനുള്ള ഐറ്റംസ് ഉണ്ട് നിലവിൽ. ഇതൊക്കെ നമ്മുടെ ചെറിയ മിക്സറുകളാണ്. വാഹനത്തിലൊക്കെ നമ്മുടെ വാഹനത്തിൽ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ മിക്സറാണിത്. ഒരു 7 ചാനൽ മിക്സറാണിത്. NX ഓഡിയോ എന്ന് പറയുന്ന ഒരു മിക്സറാണ് ഇത്. ഇതാണ് ആംപ്ലിഫയറാണ്. ഇത് 500ൻ്റെ ആംപ്ലിഫയറാണ്. ഇത് നമ്മൾ പഴയ മോഡൽ തന്നെയാണ്. മിക്കവാറും എല്ലാ സൗണ്ട് സിസ്റ്റങ്ങളും ഉപയോഗിക്കുന്ന ഒരു ആംപ്ലിഫയറാണിത്. അഹൂജയുടെ ഇത് പേര് കേട്ടൊരു കമ്പനിയല്ലേ അഹൂജ. എല്ലാവർക്കും അറിയാവുന്നൊരു കമ്പനിയാണ് അഹൂജ. അതെ. ഇതിലിനി നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ വന്നിട്ടൊരു 4 മാസം ആയതുള്ളൂ. അപ്പോൾ നമ്മുടെ സാധനം ഇറങ്ങിയതിന് ശേഷം നമുക്ക് സീസൺ ഔട്ടായി. കാരണം സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സാധനം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ കയറ്റി വെച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പം പുതിയ പ്രോഗ്രാംസ് ഒക്കെ ഇനി വരുന്നതിനനുസരിച്ച് വേണം നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം പവർ ആംപ്ലിഫയറുകളാണ്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇത് ഓപ്പൺ ചെയ്ത് ഇത് പുതിയ കേസിലേക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ച് അതാണ് സ്റ്റേജ് ലൈറ്റ്സുകളാണ്. ഇപ്പം എല്ലാ സ്റ്റേജുകളിലും വർണ്ണം വാരി വിതറുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പം നമ്മളിപ്പോൾ കാലത്തിനൊത്ത് കാലത്തിനൊത്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഇന്നത്തെ ടെക്നോളജി അനുസരിച്ചുള്ള അഡ്വാൻസ് കാര്യങ്ങൾ അല്ലേ? അതെ തീർച്ചയായിട്ടും. ഇതെല്ലാം നമ്മുടെ സ്ക്വയർ ബോക്സുകളാണ്. അപ്പോൾ ഈ കാണുന്ന ബോക്സ് അല്ലേ? അതെ.
അപ്പോൾ ശ്രുതി സൗണ്ട് ആൻഡ് സിസ്റ്റം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സജ്ജരായി നിൽക്കുകയാണ്. കാരണം അടുത്ത വരുന്ന ഓണം പരിപാടി തൊട്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് പരിപാടി സജീവമാകാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് വെച്ചിട്ട് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായി ഞങ്ങൾ റെഡിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കാലാനുസൃതമായ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരും ടെക്നിക്കൽ സപ്പോർട്ടുണ്ട്. കൂടാതെ തന്നെ എക്യുപ്മെന്റ്സ് എല്ലാം നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ളതുണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ നമ്മളെ വിളിക്കുന്ന ഒരു കസ്റ്റമർക്ക് എല്ലാം ബെറ്ററായി ഒരു സർവീസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് തീർച്ചയായിട്ടും സ്ഥാപനം മുന്നോട്ട് നമ്മുടെ മിതമായ നിരക്കിൽ നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. കാരണം നമുക്ക് നല്ല കുറേ ടെക്നീഷ്യന്മാരുടെ സൗണ്ട് എഞ്ചിനീയർമാരുടെ ഒരു സപ്പോർട്ടുണ്ട്, അവരുടെ അഡ്വൈസ് ഉണ്ട്. അപ്പോൾ അവരുടെ അഡ്വൈസും അവരുടെ സപ്പോർട്ടും വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഓരോ സാധനം അപ്പോൾ പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സുകൾ ഓരോ ദിവസവും വരുന്നതോറും ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്നുണ്ട്, നമുക്കത് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നു, അതിൻ്റെ ഡീറ്റെയിലിങ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സുകൾ വരുന്നതനുസരിച്ച് ഈ ഷോപ്പിനകത്തിരിക്കുന്ന ഇത്തരം സാധനങ്ങളല്ലേ ഇനി നമുക്ക് സാധനങ്ങൾ നമ്മുടെ ഷോപ്പ് എത്തിക്കാനുണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് വെക്കാനുള്ള പരിമിതമായ സ്ഥലമാണ് ഇതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ നമ്മുടെ ഓണം പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കാലാനുസൃതമായിട്ടുള്ള കുറേ ഐറ്റംസ് വേറെ വരാനുണ്ട്. അപ്പോൾ അതെല്ലാം ഓർഡർ ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ സാധനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം എത്തിച്ചേരും. അപ്പോൾ അത് നമ്മൾ ഓണം പരിപാടിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര വലിയ പരിപാടിയാണെങ്കിലും കൃത്യമായി നമുക്കത് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ നല്ല ഹെവി പരിപാടിയാണെങ്കിലും നമ്മളത് ചെയ്യാനുള്ള സജ്ജമാണ്. അതെ. അപ്പോൾ വലിയ വലിയ വർക്കുകൾ ചെയ്ത് വലിയ ഒരു ലെവലിലേക്ക് താങ്കൾക്ക് എത്തണം. നമുക്ക് അടുത്തൊരു വർക്കും താങ്കളുടെ ഇതുപോലെ വന്ന് ചെയ്യണം. പക്ഷേ നമ്മുടെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനം നമുക്ക് ഈ പരിസര പ്രദേശത്ത് അതായത് ചെന്നിത്തല, മാന്നാർ, ബുധനൂര്, പാവുക്കര, നമ്മുടെ ഈ പ്രദേശം ആലപ്പുഴ ജില്ലയുടെ ഈ ഒരു പ്രദേശം എവിടെയും ഇദ്ദേഹം നമുക്ക് ചെറിയ അതായത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അദ്ദേഹം പരമാവധി നമ്മൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള ശബ്ദവും നാദവും തന്ന് നമുക്ക് ഒരു അനുഗ്രഹപ്രദമായി നിൽക്കും എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് വെച്ചുകൊണ്ടാണ് സ്പാർട്ടൻ സവാരി ഈ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ വലിയൊരു വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അതുപോലെ തന്നെ സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ശബ്ദ വിസ്മയം തീർക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു വെളിച്ച വിസ്മയം തീർക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് നല്ലൊരു വെളിച്ച വിസ്മയമായിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തട്ടെ. പ്രേക്ഷകരെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കട്ടെ. എല്ലാം വിജയപ്രദമായി വരട്ടെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കണ്ടില്ലേ, നമ്മുടെ മാന്നാർ കുളഞ്ഞിക്കരാഴ്മ ആണ് നമ്മുടെ സ്ഥലം. ഇത് ചെന്നിത്തല മാന്നാർ പഞ്ചായത്തിൻ്റെ ബോർഡറിലാണ് ശ്രുതി സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഓഫീസ് നിൽക്കുന്നത്. ഇവിടെ കാലാനുസൃതമായ എല്ലാ അഡ്വാൻസ് ടെക്നോളജിയിലുള്ള എക്യുപ്മെൻസുകളാണ് ഇവിടെ എല്ലാം സജ്ജമായിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ആൾക്കാർക്കും നമ്മുടെ പരിസര പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇതൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. അദ്ദേഹത്തിനും ഈ ഒരു ഉപജീവനമാർഗമായിട്ടാണ് അദ്ദേഹം ഈ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകണം എന്ന് സ്പാർട്ടൻ സഫാരി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം എല്ലാവിധ വിജയാശംസകളും. അപ്പം നമുക്ക് വീണ്ടും താങ്കളുടെ വിജയത്തിന്റെ ഒരു വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ.